അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. ഇനി ജബ്ബാർ കൈകാര്യം ചെയ്യുന്നത് 19 മുതൽക്ക് 22 വരെയുള്ള ആയത്തുകളാണ് സൂറത്ത് നജ്മിലെ. അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ വമനാത الثالثة الأخرى അലകുമുദ് ദകറു വലഹുൽ ഉൻസ തിൽക ഇദൻ ഖിസ്മത്തുൻ ളീസ ഇൻ ഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമൂഹാ അൻതും വആബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ ഇൻ യത്തബിഊന ഇല്ലല്ലൻ വമാ തഹ്വൽ അൻഫുസ് വലഖദ് ജാഅഹും മിർ റബ്ബിഹിമുൽ ഹുദാ. ഇതാണ് ഈ ആയത്തുകൾ. അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ, ലാത്തയെയും ഉസ്സയെയും സംബന്ധിച്ചും മനാത്ത സാലിസത്തൽ ഉഖ്റ, മനാത്ത് എന്ന് പറയുന്ന മൂന്നാമത്തെ മറ്റൊന്നിനെ സംബന്ധിച്ചും നിങ്ങൾ എന്ത് പറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. എന്നിട്ട് അലകുമുദ് ദകറു വലഹുൽ ഉൻസ, നിങ്ങൾക്ക് ആൺകുട്ടിയും അള്ളാഹ്ക്ക് പെൺകുട്ടിയുമല്ലേ. തിൽക ഇദൻ ഖിസ്മത്തുൻ ളീസ, എങ്കിൽ അത് വല്ലാത്ത ഒരു അനീതി നിറഞ്ഞ ഭാഗം വപ്പാണ്. ഇൻ ഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമൂഹാ അൻതും വആബാഉകും, യഥാർത്ഥത്തിൽ ഇവ, ഈ ലാത്ത് ഉസ്സ മനാത്ത് എന്നൊക്കെ പറയുന്നത് നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും എടുത്തു പറഞ്ഞിട്ടുള്ള ചില പേരുകൾ മാത്രമാണ്. മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അതുമായി ബന്ധപ്പെട്ട് അള്ളാഹു യാതൊരു പ്രമാണവും ഇറക്കിയിട്ടില്ല. ഇൻ യത്തബിഊന ഇല്ലല്ലന്ന വമാ തഹ്വൽ അൻഫുസ്, അവർ ഊഹത്തെയും അതുപോലെ തന്നെ അവരുടെ മനസ്സ് ഇച്ഛിക്കുന്ന സംഗതികളെയും പിൻപറ്റുക മാത്രമാണ് ചെയ്യുന്നത്. വലഖദ് ജാഅഹും മിർ റബ്ബിഹിമുൽ ഹുദാ, അവർക്ക് അവരുടെ നാഥങ്ങളിൽ നിന്നുള്ള വ്യക്തമായിട്ടുള്ള സന്ദേശം വന്നു കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഈ ആയത്തുകളുടെ അർത്ഥം. ഇനിയിവിടെ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ്, അതായത് ജബ്ബാർ ഉന്നയിച്ച സംഗതികൾ പറയുന്നതിന് മുമ്പ് ഈ ലാത്ത ഉസ്സ മനാത്ത് ഇത് സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട്, അറബികളുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു, അല്ലെങ്കിൽ എന്താണ് ഈ മൂന്ന് വിഗ്രഹങ്ങളുടെ അവസ്ഥ എന്നത് സംബന്ധിച്ച് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ലാത്ത്, അഫറഅയ്തുമുൽ ലാത്ത്, ലാത്ത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാണല്ലോ ആദ്യത്തെ ചോദ്യം. ഈ ലാത്ത് എന്ന് പറയുന്നത് സഹറത്തുൻ ബൈളാഉ മങ്കൂഷ വഅലൈഹ ബൈത്തും ബിത്തായിഫി ലഹു അസ്താർ വസദന. ലാത്ത് എന്നത് കത്തിയുണ്ടാക്കിയ ഒരു വെണ്മ നിറഞ്ഞ അല്ലെങ്കിൽ വെളുത്ത കല്ലായിരുന്നു. അതായത് വെള്ളാരം കല്ല് കൊണ്ട് കൊത്തിണ്ടാക്കിയിട്ടുള്ളൊരു വിഗ്രഹം. അതിന് ഒരു ഭവനമുണ്ട്, അതേപോലെ തന്നെ അതിന് ചില മറകളുണ്ട്, അല്ലെങ്കിൽ യവനികകളുണ്ട്. അതിനെ പൂജിക്കുന്ന പൂജാരിമാർ, അല്ലെങ്കിൽ അതിൻ്റെ പൂജാരിമാരുണ്ട്, സദനത്ത്. ഈ മുറ്റത്തിന്, ഈ ക്ഷേത്രത്തിന് ചുറ്റും വലിയ വിശാലമായിട്ടുള്ളൊരു മുറ്റം ഉണ്ടായിരുന്നു, ഒരങ്കണം. ഇതുണ്ടായിരുന്നത് തായിഫിലാണ്. തായിഫ് പറഞ്ഞാൽ സഖീഫ് ഗോത്രക്കാരുടെ പ്രദേശമാണ്. അപ്പം തായിഫിലെ സഖീഫ് ഗോത്രക്കാർ പൂജിച്ചിരുന്ന ഒരു വിഗ്രഹമാണ് ഈ ലാത്ത് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് ഉസ്സ. ഉസ്സ എന്താണ്? ഷജറത്തുൻ അലൈഹ ബിനാഉൻ വ അസ്താർ. ഉസ്സ എന്ന് പറയുന്നത് ഒരു ചെടിയാണ്. അതിനുണ്ടായിരുന്നു ഇതുപോലുള്ള ഒരു കൂരയും മേൽക്കൂരയും
അതുപോലെ തന്നെ യവനികകളുമൊക്കെ. അതുണ്ടായിരുന്നത് മക്ക മദീന മക്ക തായിഫ്, മക്കക്കും തായിഫിനും ഇടയ്ക്കുള്ള നഖ്ല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് ഖുറൈശികളാണ് ഇതിന് പ്രാമുഖ്യം നൽകിയിരുന്നത്. കഅബയിലല്ല, മക്കക്കും തായിഫിനും ഇടയ്ക്കുള്ള നഖ്ല എന്ന് പറയുന്ന പ്രദേശത്താണ്. ഖുറൈശികൾക്ക് കഅബൻ്റെ ചുറ്റും കുറേ വിഗ്രഹങ്ങൾ ഉള്ളതുപോലെ ഇങ്ങനെ ഒരു വിഗ്രഹവും കൂടി ഉണ്ടായിരുന്നു. അത് ഇതിനെ സംബന്ധിച്ച് ഉഹദ് യുദ്ധത്തിൻ്റെ ഘട്ടത്തിൽ അബൂ സുഫിയാൻ, അതായത് ശത്രുപക്ഷത്തിൻ്റെ നായകൻ, വലിയ അഭിമാനത്തോടു കൂടി പറയുന്നുണ്ട്, ലനാ ഉസ്സ വലാ ഉസ്സാലക്കും, നിങ്ങൾക്ക് ഉസ്സ, ഞങ്ങൾക്ക് ഉസ്സയുണ്ട്, നിങ്ങൾക്ക് ദൈവമായിട്ട് ഞങ്ങൾക്ക് ഉസ്സുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ദൈവമില്ലല്ലോ എന്നാണ്. അപ്പോൾ അതിന് മറുപടിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുക്കാൻ പറഞ്ഞത്, ഖൂലു അല്ലാഹു മൗലാന വലാ മൗലാലക്കും, അള്ളാഹുവാണ് ഞങ്ങളുടെ മൗല, ഞങ്ങളുടെ രക്ഷകൻ, നിങ്ങൾക്ക് അങ്ങനെ ഒരു മൗലല്ല, രക്ഷകനില്ല എന്ന് പറയാനാണ്. മൂന്നാമത്തത് മനാത്ത് എന്ന് പറയുന്നത് മക്കയുടെയും മദീനയും ഇടയ്ക്ക് ഖദീദ് എന്ന് പറയുന്ന, ഖദീദിൻ്റെ തൊട്ടടുത്ത് മുശല്ലൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മനാത്ത് ഉണ്ടായിരുന്നത്. ഈ മനാത്തിനെ സംബന്ധിച്ചിടത്തോളം മദീനയിലെ, അതായത് അന്നത്തെ യഥരിബിലെ ഔസ് ഖദറജ് ഗോത്രങ്ങൾ മഹത്വം കൽപ്പിച്ചിരുന്ന ഒരു വിഗ്രഹമാണ് മനാത്ത് എന്ന് പറയുന്നത്. ആ മനാത്തിൻ്റെ അടുത്ത് വെച്ചാണ് മദീനക്കാർ, യഥരിബുകാർ ഹജ്ജിന് വരുമ്പോൾ അവർ ഇഹ്റാമിൽ പ്രവേശിച്ചിരുന്നതെന്നാണ്. ഈ 3 വിഗ്രഹങ്ങളെ ഇവിടെ എടുത്തു പറയാനുള്ള കാരണം എന്താണ്? മക്ക, തായിഫ്, അതുപോലെ മദീന, ഇത് 3ഉം വളരെ പ്രധാനപ്പെട്ട 3 പ്രദേശങ്ങളാണ്. അത് ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ വായിച്ചാലും നമുക്ക് മനസ്സിലാവും തായിഫിൻ്റെയും മക്കയുടെയും മദീനയുടെയും പ്രാധാന്യം. അപ്പോൾ ഈ 3 പ്രദേശത്തുകാരും പൂജിച്ചു കൊണ്ടിരിക്കുന്ന ഈ 3 വിഗ്രഹങ്ങൾ, ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ളൊരു സംഗതി, ഖുർആൻ ഇത്തരം ദൈവങ്ങളെ, ഈ വ്യാജ ദൈവങ്ങളെ, അല്ലെങ്കിൽ മനുഷ്യൻ സങ്കല്പിക്കുന്ന ദൈവങ്ങളെ ഒരിക്കലും ദൈവങ്ങൾ എന്ന് പറയാറില്ല. ദൈവങ്ങൾ എന്ന് പറയാറില്ല പറഞ്ഞാൽ നിങ്ങൾ ദൈവത്വം ആരോപിക്കുന്നു എന്ന അർത്ഥത്തിൽ ദൈവങ്ങൾ എന്ന് പറയും എന്നുള്ളതല്ലാതെ അള്ളാഹു അവയ ദൈവം എന്ന നിലക്ക് ഒരിക്കലും ഖുർആനിലും പറഞ്ഞിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇവിടെ അഫറഅയ്തും ആലിഹത്തക്കുമുൽ ഉസ്സ, നിങ്ങളുടെ ദൈവങ്ങളായിട്ടുള്ള ഉസ്സയെ എന്ന് പറയാതെ അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ എന്ന് നേരെ ഈ ലാത്ത ഉസ്സ മനാത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയ്ക്ക് സൂക്ഷ്മമാണ് യഥാർത്ഥത്തിൽ ഖുർആനിൻ്റെ ഇതുമായിട്ടുള്ള സമീപനം എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ 3 ദൈവങ്ങൾ, വ്യാജ ദൈവങ്ങൾ, ഇത് 3ഉം 3 ദൈവങ്ങളായിട്ട് പരിഗണിക്കുക എന്നതാണ് ഇവിടെ ഖുറൈശികളും തായിഫുകാരും അതുപോലെ തന്നെ യഥരിബിലെ മദീനയിലെ ഔസ് ഖദറജ് ഗോത്രങ്ങളും ഒക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഇതിനെ കണക്കിലെടുത്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവരോട് ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഈ 3 വിഗ്രഹങ്ങൾ, ഇവക്ക് എന്ത് പ്രാധാന്യമാണുള്ളത്? ഇവിടെ ഖുർആൻ തുടർന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 3 വിഗ്രഹങ്ങളെയും എടുത്തു പറഞ്ഞതിന് ശേഷം ഖുർആൻ പറയുന്നത് അലക്കുമുദ്ദക്കറു വലഹുൽ ഉൻസ എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ഇവിടെയാണ് ജബ്ബാർ അദ്ദേഹത്തിൻ്റെ വിഡ്ഢിത്തങ്ങളൊക്കെ വിളമ്പണത്. എന്താണത്? നിങ്ങൾക്ക് ആണും അവന് പെണ്ണും അല്ലേന്നാ. നിങ്ങൾക്ക് ആണും അവനും പെണ്ണും അല്ലേ എന്ന് പറഞ്ഞാൽ ഈ ദൈവങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്നതാണ് ഇവരുടെ വാദം. അപ്പോൾ ഈ മനാത്ത്, ഉസ്സ, ലാത്ത എന്നത് അള്ളാഹിൻ്റെ പെൺമക്കളാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവയെ പൂജിക്കുന്നത് എന്നൊരു വാദഗതിയാണ് ഈ ആളുകൾ ഉന്നയിച്ചിരുന്നത്, ഇതിൻ്റെ പൂജകന്മാരായിട്ടുള്ള ആളുകൾ ഉന്നയിച്ചിരുന്നത്.
അതിന് പുറമെ മലക്കുകളെ അവർ അള്ളാഹുവിൻ്റെ പെൺമക്കളായിട്ട് സങ്കല്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സങ്കല്പത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങളെന്ത് വിഡ്ഢിത്തമാണ് ഈ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നാണ് പെൺകുട്ടികൾ ഉണ്ടാവുകയുള്ളത്. എന്നിട്ട് നിങ്ങൾക്കിഷ്ടമില്ലാത്ത ഒന്ന് അള്ളാഹുവിനോട് ചേർത്ത് പറയുന്നു. ഇത് നീതിയാണോ? ഇത് നീതിയാണോ എന്ന് ചോദിച്ചതിനാണ് ജബ്ബാർ ഇവിടെ. അപ്പോൾ അള്ളാഹുവിനും പെൺകുട്ടികളോട് വെറുപ്പായിരുന്നു, അറബികളെ പോലെ തന്നെ പെൺകുട്ടികളോടും വെറുപ്പായിരുന്നു എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഏത് യുക്തിവാദിയുടെയും നാസ്തികൻ്റെയും ഒക്കെ അനുഭവത്തിലുള്ളൊരു സംഗതിയാണ്. അയാൾക്ക് ഇഷ്ടമില്ലാത്തൊരു സംഗതി മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാത്തൊരു സംഗതി അത് ഇയാളോട് ചേർത്ത് പറയുകയും മറ്റേ ആൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണോ, അപ്പോൾ നിനക്ക് വേണ്ടാത്തത് എനിക്ക് വകവെച്ച് തരാണില്ലേ? അതെന്താണ് അതിൻ്റെ അർത്ഥം? അപ്പോൾ നിനക്ക് വേണ്ടാത്തതൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമില്ലാത്തതിനെ ഞാനും വെറുക്കുന്നുണ്ട് എന്നാണോ? അങ്ങനല്ലല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ യുക്തിബോധം ഇല്ലാതെ യുക്തിവാദം പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക. ഇവിടെ മനുഷ്യന് ഈ വിഗ്രഹപൂജകരായിട്ടുള്ള ആളുകൾ അവർക്ക് ഇഷ്ടമല്ല പെൺകുട്ടികളെ, എന്നാൽ അള്ളാഹുവിന് പെൺകുട്ടികളെ അവർ നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ള ഈ ഇരട്ടത്താപ്പിനെയാണ് ഇവിടെ ഖുർആൻ ഇതിലൂടെ വിമർശിക്കുന്നത്. അല്ലാതെ ഇതിൽ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് സ്ഥാപിക്കുക എന്നുള്ളത് അത് ജബ്ബാറിനെ പോലുള്ള ഇസ്ലാം വിരോധികൾ കണ്ടെത്തിയിട്ടുള്ളൊരു ന്യായം മാത്രമാണ്. അപ്പോൾ ഈ മനുഷ്യരുടെ ഈ മാനസികാവസ്ഥയെ മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്കിഷ്ടമില്ലാത്തൊരു സംഗതി അള്ളാഹുവിനോട് ചേർത്ത് പറയുന്നതിന് ന്യായം എന്താണ്? അതിന് വല്ല യുക്തിയുമുണ്ടോ അവരോട് ചോദിക്കുകയാണ് ഇവിടെ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് അലക്കുമുദ്ദക്കറു വലഹുൽ ഉൻസ, നിങ്ങൾക്ക് ആൺകുട്ടികളും അള്ളാഹ്ക്ക് പെൺകുട്ടികളും അല്ലേ? തിൽക്ക ഇതം കിസ്മത്തും ഇത് അങ്ങനെയാണെങ്കിൽ അതൊരു വല്ലാത്ത അന്യായമായ വീതം വെപ്പലാണ്. നിങ്ങൾക്ക് ആൺകുട്ടികളാണ് വേണ്ടതെങ്കിൽ ആ ആൺകുട്ടികളെ അള്ളാഹ്ക്കും വകച്ചു കൊടുക്കല്ല നിങ്ങൾ വേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അള്ളാഹ്ക്കും കൊടുക്കുക എന്നുള്ളതല്ലേ യുക്തിഭദ്രമായിട്ടുള്ള സംഗതി. അത്രമാത്രം യുക്തിഹീനന്മാരായി പോയല്ലോ നിങ്ങൾ എന്ന് അവരെ ഗുണദോഷിക്കുകയും അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ജബ്ബാറിനെ പോലുള്ള ആളുകൾക്കൊക്കെ അത് ബാധകമാണ്. ഇത്രയ്ക്ക് യുക്തിരഹിതമായിട്ടുള്ള വാദഗതിയാണല്ലോ ജബ്ബാറെ നിന്നെപ്പോലുള്ള ആളുകൾ ഉന്നയിക്കുന്നത് എന്ന് നമ്മൾ ജബ്ബാറിനോട് പറയുന്നതിന് തുല്യമാണ് ഇവിടെ അള്ളാഹു ഇവരോട് പറയുന്നത്. നിങ്ങൾക്കിഷ്ടമില്ലാത്ത ഒന്നിനെ അള്ളാഹുവിനോട് ചേർത്ത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതിലൂടെ നിങ്ങൾ സ്ഥാപിച്ചെടുക്കുന്ന എന്താണ്, നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? നിങ്ങൾക്കിഷ്ടമില്ലാത്തൊരു സംഗതി അള്ളാഹ്ക്ക് കെട്ടിയേൽപ്പിച്ചിട്ട് നീതിബോധമില്ലാത്തവരുടെ വീതം വെപ്പ് നിങ്ങളിവിടെ നടത്തിക്കളയുന്നു. എന്നിട്ട് അള്ളാഹുവിന് മക്കളുണ്ട് എന്നോ ഇല്ലയെന്നാണോ പിന്നെ തുടർന്ന് പറയുന്നത്? അതും ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ തിൽക്കൈതം കിസ്മത്തും ലീസ എന്ന് പറഞ്ഞിട്ട് അവിടെ ഖുർആൻ അവസാനിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പിന്നത്തെ ചോദ്യം. അത് അവസാനിപ്പിക്കുന്നില്ല. അതിൻ്റെ വസ്തുത എന്താണ്? ഈ ലാത്ത ഉസ്സ മനാത്ത് എന്നതിന് ദിവ്യത്വം എന്നത് പോയിട്ട് അതിന് വല്ല അസ്തിത്വവും ഉണ്ടോ? വിഗ്രഹങ്ങൾ എന്നുള്ളവർക്ക് അത് നിലനിൽക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇതിന് വല്ല പ്രമാണത്തിൻ്റെ പിൻബലമുണ്ടോ? ആരാണ് നിങ്ങളോട് ഇങ്ങനെ ഇവറ്റെയൊക്കെ ദൈവങ്ങളായിട്ട് സങ്കല്പിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്ന സംഗതി കൂടി പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ അതിനെ നിരാകരിക്കുന്നത്. അത് മാറ്റി വെച്ചുകൊണ്ടാണ് അപ്പോൾ അള്ളാഹുവിനും പെൺകുട്ടികളോട് വെറുപ്പായിരുന്നു അറബികളെ പോലെ തന്നെ എന്ന് ജബ്ബാർ തട്ടി മൂളിക്കുന്നത്. ഇത്രയ്ക്ക് യുക്തിരഹിതമായിട്ടുള്ള യുക്തിവാദമാണ് ഇവരുടെ യുക്തിവാദമെങ്കിൽ ഈ യുക്തിവാദത്തിൻ്റെ ഗതികേട് എന്നല്ലാതെ അതിനെ സംബന്ധിച്ച് നമ്മൾക്കൊന്നും പറയാനില്ല എന്നുള്ളതാണ് വസ്തുത.